ഞാനിപ്പോൾ നിൽക്കുന്നത് കൈരളി നിള ശ്രീ തിയേറ്ററിലാണ്. കാരണം തുടരും എന്ന സിനിമ കാണാൻ വന്നിരുന്നു. മോഹൻലാലിൻ്റെ സിനിമ ആയതുകൊണ്ട് എല്ലാ സിനിമ മോഹൻലാലിൻ്റെ സിനിമ കാണാറുണ്ട്. പ്രത്യേകിച്ച് ശോഭന ചേച്ചിയും കൂടെ അതിനകത്തുണ്ട്. പക്ഷെ ഭയങ്കര അമേസിങ്, ഭയങ്കര രസമുള്ള സിനിമ. കുറച്ച് കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഏറ്റവും നല്ലൊരു സിനിമ കാണാൻ പറ്റിയെന്ന് ഭയങ്കര സന്തോഷമുണ്ട്. പഴയ മോഹൻലാലിനെ നമ്മളെല്ലാവർക്കും അറിയാം. പഴയ മോഹൻലാലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പാറ്റേണിലൊരു സിനിമ തുടരും എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. തരുൺ മൂർത്തി പുള്ളിക്കാരൻ അത്ര ഡെഡിക്കേറ്റ് ആയിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അതിലുപരി പ്രത്യേകത, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തുടരും സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. അതിനകത്തെ ഒരു സുപ്രധാനമായ റോള് ചെയ്ത ഒരാളാണ് ഈ കാറ്, അംബാസിഡർ കാർ അറിയാം. അതിനകത്ത് ഏറ്റവും പ്രധാന റോളാണ് ഈ കാറിന്. ഈ കാറാണ് ആ സിനിമയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ പേര് വരെ ബെൻസ് എന്നാണ്. അപ്പോൾ ഈ കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സബ്ജക്റ്റും കൂടെയാണ് സിനിമ. പക്ഷേ സിനിമ കണ്ടാൽ ആദ്യം ഒരു ചെറിയ പകുതി ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം പഴയകാല ഒരു ഓർമ്മയിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഭയങ്കര സസ്പെൻസ് ആയിട്ട് കണ്ടൊരു മൂവിയാണ് തുടരും. എല്ലാവരും കാണേണ്ട സിനിമയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എന്നുള്ളതിലുപരി ഈ സിനിമ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും സംസാരിച്ചത്. താങ്ക് യു.